ഇന്നെല്ലാരും കുറവാണല്ലോ. ഇന്ന് ഇലക്ഷൻ ആയോണ്ടാണ്. ആരെയും Good morning കാണുന്നില്ല. all. ഗുഡ് മോർണിംഗ് മിസ്. Miss. Okay. Prayer പറഞ്ഞോ ട്ടാ. Okay. കൈവല്യ ദീപത്തെ കാത്തരുളിയിടുന്ന കൈതവമില്ലാത്ത ദൈവമേ നീ അജ്ഞരാം ഞങ്ങളെ വിജ്ഞരാക്കേണമേ വിജ്ഞാന സാഗര സർവേശ്വര ഉത്തമ ഭാവന ഞങ്ങൾക്ക് നൽകി ഉത്തമന്മാരാക്കി മാറ്റിയിടണേ ലോകാദിനാഥ നിൻ മാനസം ഞങ്ങളിൽ പാരം പതിപ്പിച്ചു കാത്തിടേണേ കൈവല്യ ദീപത്തെ കാത്തരുളിയിടുന്ന കൈതവമില്ലാത്ത ദൈവമേ നീ. താങ്ക് യു. Signing and thought of the day. Signing thought of the day. അതിൽ പ്രിപ്പയർഡ് ആണോ? ഞാൻ പറയാം മിസ്. നാളെ മരിക്കുമെന്ന രീതിയിൽ ജീവിക്കുക, എന്നേക്കുമായി ജീവിക്കുമെന്ന രീതിയിൽ പഠിക്കുക. മഹാത്മാഗാന്ധിയുടെ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏത് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയർ. ഓക്കെ. അതിനു മുമ്പ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് അല്ലായിരുന്നു ഡിസ്കസ് ചെയ്തത്. അതിന് മോക്ക് ടെസ്റ്റ് വന്നോ? വന്നില്ല. ഇല്ല അല്ലെ. ഞാൻ അതൊന്ന് ഫോളോ അപ്പ് ചെയ്തിട്ടോ. ഞാൻ ഓക്കെ. നമ്മള് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തത് അല്ലെ. ഇവിടെ വരെ ആയി ഒന്ന് ഓർമ്മയുണ്ടോ? ഹെൽത്ത് ചെക്കപ്പ് കഴിഞ്ഞു തോന്നുന്നു. സേഫ്റ്റി പറഞ്ഞില്ലേ? പറഞ്ഞോ? സേഫ്റ്റി പറഞ്ഞു മിസ്. പറഞ്ഞു. ഇനി അത് മുതൽ എടുക്കണം അല്ലെ. ഫുഡ് ന്യൂട്രീഷണൽ നീഡ്സ് അല്ലെ. ഓക്കെ. നമ്മള് എക്സസ് ആയാലും ഇൻക്വാളിറ്റി ആയാലും എന്നുവെച്ചാൽ കുറവായാലും ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സ് കുട്ടികളിൽ എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം കുട്ടികൾക്ക് ഫുഡും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ. ജസ്റ്റ് ലൈക്ക് 0 to 3 years of age, the 3 to 6-year-old also have their own nutritional needs. ഡിസ്കസ് ചെയ്തെന്ന് തോന്നുന്നു. എന്നാലും നമ്മൾ നോക്കാം കേട്ടോ. ഈ കുട്ടികൾക്കും കറക്റ്റ് ആയിട്ടുള്ള ന്യൂട്രീഷണൽ നീഡ്സും കാര്യങ്ങളും വേണം. എ വെൽ നറിഷ്ഡ് ചിൽഡ്രൻ ഹാസ് എ നോർമൽ വെയിറ്റ് ഫോർ ഹൈറ്റ്. നമ്മൾ എപ്പോഴും വെയിറ്റും ഹൈറ്റും പറയുന്നത് ഹൈറ്റിനനുസരിച്ചിട്ടാണ് വെയിറ്റ് പറയാറല്ലേ. ഹൈറ്റും വെയിറ്റും ഏജും കൂടി നമ്മളൊന്ന് കൺസിഡർ ചെയ്തിട്ട് പറയാറുണ്ട്. നിങ്ങളെ ചൈൽഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തോ ആദ്യ മിസ്? ഇല്ല. ആ ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ നമ്മൾ ഹൈറ്റും വെയിറ്റിനെ കുറിച്ചിട്ട് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പൊ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആണ് കുട്ടികൾക്ക് വേണ്ടത്. അതേപോലെ അവർ നല്ല ഹാപ്പി ആയിട്ടും നല്ല ആക്റ്റീവ് ആയിട്ടും നല്ല സ്മാർട്ട് ആയിട്ടൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പർ ആയിട്ട് അവർ ന്യൂട്രീഷൻ റിക്വയർമെന്റ്സും കാര്യങ്ങളും കിട്ടണം. ഹി സ്ലീപ് വെൽ അറ്റ് നൈറ്റ്. രാത്രിയിൽ നല്ല രീതിയിൽ അവർ ഉറങ്ങാൻ പറ്റണം. ഈസ് നോട്ട് ഇറിറ്റേറ്റബിൾ
ഇറിറ്റേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ പാടില്ലെങ്കിൽ നല്ലൊരു ഉറക്കം കിട്ടണം അല്ലെ. നമ്മൾ കുട്ടികളെ വിളിച്ചെഴുന്നേക്ക് ഉറക്കത്തിൽ നിന്ന് ഒരു ഉറക്കം ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ ഭയങ്കരമായിട്ട് എന്താവും, ഇറിറ്റേറ്റബിൾ ആവും അല്ലെ, ദേഷ്യമൊക്കെ വരും ചില കുട്ടികളിൽ. അപ്പൊ കറക്റ്റ് ടൈമിൽ കുട്ടികൾ ഉറക്കണം. എത്ര മണിക്കൂർ കുട്ടികൾ ഉറങ്ങണം? 13 ആ ഒരു ഏജിൽ 6:30 അത്രയും മണിക്കൂർ ഉറങ്ങാം. പിന്നെ നമ്മളുടെയൊക്കെ പ്രായത്തിലാണെങ്കിൽ 8 hours ഓഫ് സ്ലീപ്പ് മതിയാവും. പക്ഷെ കുഞ്ഞു കുട്ടികൾ അത്യാവശ്യം നല്ല ടൈം ഉറങ്ങണം അല്ലെ. അവരുടെ ബൗൾ മൂവ്മെന്റ് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ, അവർക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അവരുടെ ഗുഡ് വിശപ്പ് കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അവർ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, അവർ ഈ ഉറക്കം കറക്റ്റ് ആവണം അല്ലെ. കുട്ടികൾ കറക്റ്റ് ടൈമിൽ ഉറക്കാനായിട്ട് നമ്മളൊരു ആക്ഷൻ സോങ്ങിൽ തന്നെ പറയില്ലേ കുട്ടികളോട്, നേരത്തെ ഉറങ്ങണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നേരത്തെ ഉണരാനായിട്ട് പറ്റുള്ളൂ. കാരണം എന്നാലും അവരുടെ ടാസ്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കണമെങ്കിൽ അവർ നേരത്തെ ഉറങ്ങാൻ ശീലിക്കണം. He sleep well at night, is not irritable, has a good attention span, and has good hunger and normal bowel movements. His or her eyes are clear and bright. കുട്ടികളുടെ കണ്ണൊക്കെ നല്ല ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ വേണം. ഹെയർ നോർമൽ, ലഷറസ്, ടീത്ത് വൈറ്റ് ആൻഡ് ക്ലീൻ, സ്കിൻ സ്മൂത്ത്, സ്ലൈറ്റ്ലി മോയിസ്റ്റ് ആൻഡ് ഗ്ലോയിങ്, ഗംസ് ഫേം, പിങ്ക് ആൻഡ് പോസ്ചർ റെഡ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളിൽ അവരുടെ എന്താ പറയാ, ഹെയറും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവണം. ഇപ്പൊ ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സോ ഡെഫിഷ്യൻസി വരും, വൈറ്റമിന്റെ ഒക്കെ കുറവ് വരുമ്പോൾ ചെറിയ കുട്ടികളുടെ മുടി നരച്ചത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ചെറിയ കുട്ടികളുടെ ഹെയർ നരച്ചിരിക്കുന്നത് അതെന്തുകൊണ്ടാണ്? അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ റിക്വയർമെന്റ്സ് കിട്ടാത്തതുകൊണ്ടാണ്. അതേപോലെ തന്നെ സ്കിന്ന് സ്മൂത്ത് ആയിരിക്കണം. ചില കുട്ടികൾക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട് ചിലപ്പോൾ, അല്ലെങ്കിൽ സ്കിന്നിൽ വൈറ്റ് കളറിലുള്ള ഡോട്ട്സ് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ടീത്തിന്റെ മേലിലായിട്ടൊരു യെല്ലോ കളറിലെ ഷെയ്ഡ് വരും. ചിലപ്പോൾ നമ്മൾ എത്ര മുറുക്കി ബ്രഷ് ചെയ്യാത്തതുകൊണ്ടൊന്നല്ല, അത് ശരിക്കും അവർക്ക് കാൽസ്യം അതിന്റെ കുറവുകൊണ്ട് വരുന്ന സംഭവമാണ്. കാരണം കുട്ടികളുടെ ഫുഡും ഡയറ്റും കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. പ്രോപ്പർ ആയിട്ട് നമ്മൾ ഫുഡും കാര്യങ്ങളും കുട്ടികൾക്ക് കൊടുക്കണം. സിൻസ് ന്യൂട്രിയൻസ് മേക്ക് അപ്പ് ഈച്ച് ആൻഡ് എവറി സെൽ ഓഫ് ദ ബോഡി. നമ്മുടെ ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയുടെ ഡെവലപ്മെന്റ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. കീപ്പിംഗ് അപ്പ് വിത്ത് ന്യൂട്രീഷൻ നീഡ്സ് ബിക്കം ഇമ്പോർട്ടൻറ്റ് ഫോർ ഹെൽത്തി ഡെവലപ്മെന്റ് ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡി ആൻഡ് മൈൻഡ്, നമ്മുടെ മനസ്സിന്റെ ശരീരത്തിന് നല്ല ഡെവലപ്മെന്റിന് നമുക്ക് ന്യൂട്രീഷൻ റിക്വയർമെന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ എക്സസോ കൂടുതലായിട്ട് കഴിച്ചാലും പ്രശ്നമാണ്, കുറവ് വന്നാലും പ്രശ്നമാണ്. ഓഫ് ന്യൂട്രിയൻസ് ക്യാൻ നോട്ട് ഓൺലി ക്രിയേറ്റ് mild disorder but can evenly physical disable or kill a person. ഡെഫിഷ്യൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കുട്ടീനെ എന്താണ് ഡിസോർഡർ മാത്രം വരാന്നല്ല, മേ ബി അത് ഡിസബിലിറ്റീസും കാര്യങ്ങളും, ഫിസിക്കൽ ഡിസബിലിറ്റീസും കാര്യങ്ങളും, അതേപോലെ തന്നെ ഒരു കുട്ടിക്ക് മരണം വരെ സംഭവിക്കാവുന്ന ചാൻസ് ഉണ്ട്. കാരണം ചില ഡെഫിഷ്യൻസീസ് വന്നു കഴിഞ്ഞാൽ മറ്റു അസുഖങ്ങളൊക്കെ ആയിട്ട് വരാനും അത് ആ കുട്ടിയുടെ ഹെൽത്തിനെ അത് ബാഡ് ആയിട്ട് അഫക്ട് ചെയ്യും. ഇനി ഡയറ്ററി റിക്വയർമെന്റ്സ് ആണ് പറയുന്നത്. കുട്ടികളുടെ ഡയറ്ററി റിക്വയർമെന്റ്സും കാര്യങ്ങളാണ് പറയുന്നത്. ഏതൊക്കെയാണ് വൈറ്റമിൻസ് എന്നുള്ളത് നമ്മള് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഞാനാണ് എടുത്തത്. ഞാൻ എടുത്തോ ചാപ്റ്റർ? ഇല്ലാലോ. ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റ് എടുത്തിട്ടില്ലല്ലോ ചാപ്റ്റർ 3rd യൂണിറ്റ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ചാപ്റ്റർ എടുക്കാം കേട്ടോ. അപ്പൊ അതില് ഈ ഫുഡ് ന്യൂട്രീഷൻസിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ന്യൂട്രീഷണൽ നെസസിറ്റി ഓഫ് ദ ചിൽഡ്രൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദെയർ ബോഡി സൈസ്. നമ്മുടെ കുട്ടികളുടെ ബോഡി അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഹൈറ്റ് വെയിറ്റ് അനുസരിച്ച് അവർക്ക് ന്യൂട്രീഷൻ റിക്വയർമെന്റ്സ് ഉണ്ട്, വിച്ച് ഈസ് മച്ച് ഹയർ ദാൻ ദോസ് ഫോർ അഡൾട്ട്. നമ്മൾ മുതിർന്നവരെക്കാളും കൂടുതൽ ന്യൂട്രീഷൻ റിക്വയർമെന്റ്സ് ആർക്കാണ്? കുട്ടികൾക്കാണ്. കാരണം അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള മെന്റൽ ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് കറക്റ്റ് എമൗണ്ട് ഓഫ് ന്യൂട്രീഷൻസ് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ത്രൂ ദ ബോഡി നീഡ്സ് ഓൾ ന്യൂട്രിയൻസ് ഇൻ റിക്വയർഡ് പ്രപ്പോർഷൻ. കറക്റ്റ് ആയിട്ടുള്ള പ്രപ്പോർഷണൽ ആയിരിക്കണം കുട്ടികൾക്ക് ന്യൂട്രീഷൻ റിക്വയർമെന്റ്സ് കിട്ടേണ്ടത്. മോർ ഇമ്പോർട്ടന്റ് അറ്റ് ദിസ് ഏജ് ആർ കറക്റ്റ് ആയിട്ട് കാർബോഹൈഡ്രേറ്റ് കിട്ടണം, പ്രോട്ടീൻ വേണം, വൈറ്റമിൻ എ ബി സി ഡി, കാൽസ്യം, ഫോസ്ഫറസ്, അയഡിൻ, അയൺ, ഇതെല്ലാം കറക്റ്റ് ആയിട്ട് കുട്ടികളിൽ കിട്ടണം. ഓക്കെ, അപ്പോൾ
ഇത് പറയുന്നത് ആ ന്യൂട്രിയൻസിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാക്ടേഴ്സ് ആണ്. അപ്പൊ അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നിനെ കുറിച്ചിട്ടും എന്താണ് കാർബോഹൈഡ്രേറ്റ് എന്താണ്, പ്രോട്ടീൻ എന്താണ്, വൈറ്റമിൻ എന്താണ്, കാൽസ്യം എന്താണ്, ഫോസ്ഫറസ് എന്താണ്, അയഡിൻ എന്താണ്, അയൺ എന്താന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ ഇതിന്റെ ഡെഫിഷ്യൻസി കാരണം കുട്ടികളിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസുഖങ്ങൾ വരുന്നുണ്ട്. കുട്ടികൾക്ക് എനർജി ആൻഡ് പ്രോട്ടീൻ റിക്വയർമെന്റ് ഫോർ 3 to 6 year ഏജ് ആസ് ഫോളോസ്. എനർജി പറയുന്നത് 1690 കലോറീസ് പെർ ഡേ ആണ് കുട്ടികളുടെ എനർജി പറയുന്നത്. പ്രോട്ടീനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ 30 grams പെർ ഡേ എന്നാണ്. 30 gram അല്ല കേട്ടോ, 20 grams പെർ ഡേ ആണ്. നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം എത്രയാണ് ഒരു കുട്ടിയുടെ ന്യൂട്രീഷൻ പ്രോട്ടീൻ റിക്വയർമെന്റ് എന്ന് പറയുന്നത് 20 gram ആണ്. അത് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തിട്ടേക്ക് കറക്റ്റ് ആയിട്ടൊന്ന്. ഓക്കെ, അപ്പോ കറക്റ്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻ റിക്വയർമെന്റ്സും കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യണം. കറക്റ്റ് എമൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ് നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തരാം കേട്ടോ. അതോടെ നിൽക്കട്ടെ, ഞാൻ പറയാം. ഈ കാർബോഹൈഡ്രേറ്റ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫുഡിൽ നിന്നാണ് വരുന്നതിന്റെ രീതിയിൽ സെമിനാർ അസൈൻമെന്റ് ഞാൻ തരാം. അപ്പോൾ പ്രോട്ടീൻ 20 grams പെർ ഡേ ആണ്. എനർജി 1690 കലോറീസ് പെർ ഡേ കുട്ടികൾക്ക് വേണം. കാരണം കുട്ടികൾ നല്ല എനർജറ്റിക് ആയിട്ടിരിക്കണം അല്ലെ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോ. മിസ് ഇപ്പൊ എന്തോ എഴുതി വെക്കാൻ പറഞ്ഞില്ലായിരുന്നു, അതെന്താന്ന് ക്ലിയർ ആയില്ല, ഒന്ന് പറയോ? പ്രോട്ടീനില്ലേ അവിടെ നമ്മൾ ടെസ്റ്റിൽ 30 grams പെർ ഡേ എന്നല്ലേ എഴുതിയിരിക്കുന്നത്. കണ്ടോ അത്? അതൊന്ന് 20 grams ആക്കി മാറ്റാൻ പറ്റുമോ? നമ്മള് പേനയും കൊണ്ടൊന്ന് എഡിറ്റ് ചെയ്താൽ മതി. ടെസ്റ്റിൽ എങ്ങനെയാ വന്നിരിക്കുന്നേ? മാം പേജ് നമ്പർ ഒന്ന് പറയാവോ? പേജ് നമ്പർ 29. എത്രയാ? 29. ഓക്കെ. പ്രോട്ടീനിന്റെ അവിടെ 30 എന്നുള്ളത് മാറ്റണം എന്നല്ലേ പറഞ്ഞേ? ഒന്ന് 20 grams ഒന്ന് ആക്കിയാൽ മതി. എല്ലാരും ചെയ്തോ? നെക്സ്റ്റ് നമ്മൾ പ്രീ സ്കൂൾ കുട്ടികൾക്ക് ഡയറ്റ് പ്ലാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് ധാന്യങ്ങളും പൾസും വെറൈറ്റീസ് ഓഫ് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിലൊരു ഡയറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതേപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, സ്പിനാച്ച്, ബീൻസ്, അതേപോലെ യെല്ലോ ഓറഞ്ച് വെജിറ്റബിൾസ്, ക്യാരറ്റ്, പംകിൻ, പിന്നെ സിട്രസ് ഫ്രൂട്ട്സ്, കുറച്ച് പുളിപ്പൊക്കെ ഉള്ള ടൈപ്പ് ഫ്രൂട്ട്സും കാര്യങ്ങളും, മൊസംബി, ഓറഞ്ച്, ഗ്രോസ്ബെറീസ്, അതേപോലെ യെല്ലോ ഫ്രൂട്ട്സ്, പപ്പായ, ഗുവ, മാംഗോ, ഇതെല്ലാം അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ മിൽക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്, എമൗണ്ട് ഓഫ് മിൽക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി മിൽക്ക് കുടിക്കാൻ ഇഷ്ടമല്ലാത്ത കുട്ടികളാണെങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് കേടോ പനീറോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് പുഡിങ്ങോ അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാവുന്നത് നല്ലതാണ്. കുട്ടികളിൽ എഗ്, മീറ്റ്, ഫിഷും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. ഇവൻ നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ അതിന് പകരം നമുക്ക് എന്ത് ഫുഡ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും? ഈ ഒരു എന്താണ് പറയാ, ഈ എഗ്ഗിൽ നിന്നും മീറ്റിൽ നിന്നും ഫിഷിൽ നിന്നും കിട്ടുന്ന എന്താ പറയാ ന്യൂട്രിയൻസ് വേറെ ഏത് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രീ സ്കൂൾ കുട്ടികളുടെ ഡയറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതേപോലെ തന്നെ ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് റെക്കമെൻഡ് ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു ഫുഡ് മാത്രമായിട്ട് നമ്മൾ കുട്ടികൾക്ക് ഡയറ്റ് കൊടുക്കരുത്. എല്ലാ ഫുഡുകളും കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ചിലപ്പോൾ ഒരു ഫുഡ് കഴിക്കാനായിട്ട് ഇഷ്ടമല്ലായിരിക്കും അല്ലെ. ഇപ്പൊ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ സാധാരണ ക്യാരറ്റ് ഒക്കെ ചിലപ്പോ നമ്മൾ കറിയൊക്കെ വെച്ച് കൊടുത്തതിന് കുട്ടികൾക്ക് ഇഷ്ടമല്ലായിരിക്കും. ചില കുട്ടികൾക്ക് അത് റോ ആയിട്ട് കഴിക്കാനായിട്ട് ഇഷ്ടം.
പച്ചയ്ക്ക് അങ്ങനെ കഴിക്കും. അത് അത് പ്രൊമോട്ട് ചെയ്തു, കുഴപ്പമില്ല. ക്യാരറ്റ് ഒക്കെ നമ്മൾ ക്യാരറ്റ് കഴിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഇപ്പൊ ക്യാരറ്റ് കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ക്യാരറ്റ് ഹൽവ, അതേപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടി മിക്സ് ചെയ്ത് സലാഡ്സ് അങ്ങനെ കാര്യങ്ങളും കൊടുക്കും. അപ്പൊ മിൽക്ക് മാത്രമായിട്ട് കുടിക്കാൻ ഇഷ്ടമല്ലാത്ത ചില കുട്ടികളുണ്ട്. അവർക്ക് മിൽക്ക് ഷേക്ക് ആയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ അവർക്ക് ഇഷ്ടാകുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക, ഫുഡും കാര്യങ്ങളും കൊടുക്കാനായിട്ട് നോക്കാം. അപ്പൊ നമ്മളിപ്പോ ഈ കട്ട്ലേറ്റ് ആക്കി കൊടുക്കാൻ പറഞ്ഞു പീഡിയാട്രിഷ്യനെ. പിള്ളേർക്ക് കട്ട്ലേറ്റ് ആക്കി വെജിറ്റബിൾസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തേ. അതങ്ങനെ ചെയ്യാടാ. നമ്മള് സാലഡ്സ് പിന്നെ കൊടുത്തു നോക്കാം. ചെറിയ കാര്യം നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കുട്ടികൾക്ക് എങ്ങനെയും കൊടുക്കാൻ നോക്കാം. അപ്പൊ അവർക്ക് ഇന്നത് ഇഷ്ടമല്ല എന്ന് പറയും, ചില കുട്ടികൾ കഴിക്കില്ല എന്നൊക്കെ പറയും. അത് വേറെ രീതിയിൽ ചെയ്തു കൊടുക്കാം. ചിലപ്പോ ബനാന ഉണ്ടല്ലോ, ബനാന എന്ന് പറയുമ്പോൾ നേന്ത്രപ്പഴം ഒക്കെ നല്ലതാണ് കുട്ടികൾക്ക് അല്ലേ. അപ്പൊ അതൊക്കെ നമ്മള് ഇപ്പൊ ചിലപ്പോ നേരെ ചിലപ്പോ അവര് കഴിക്കില്ലായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നെയ്യ് തൂത്ത് ബട്ടറോ നെയ്യോ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോ ചിലപ്പോ അവര് നന്നായിട്ട് കഴിക്കും. അപ്പൊ അങ്ങനെ കൊടുക്കാം. അപ്പൊ നമ്മള് ഇപ്പൊ കുട്ടികള് ഇഷ്ടമല്ലെങ്കിൽ അത് നമ്മൾ വേറെ രീതിയിൽ അവർ കൊടുക്കണം. അത് വേണ്ടാന്ന് വെച്ചാൽ മാറ്റി നിർത്തല്ല. അവരുടെ ഡയറ്റിന് ഫുള്ളായിട്ട് അത് എന്ത് ചെയ്യാൻ പാടില്ല, അവോയ്ഡ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ റിക്വയർമെന്റ്സും കാര്യങ്ങളും അറ്റൈൻ ചെയ്യണമെങ്കിൽ ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് കുട്ടികൾ എന്ത് ചെയ്യണം, എടുക്കണം. ഓക്കെ. പിന്നെ ഇനി വയ്യാതെയൊക്കെ വരുന്ന സമയത്ത് ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അല്ലെ. നമ്മൾക്കായാലും നമ്മൾ വയ്യാന്ന് വരുമ്പോൾ നമ്മൾ എന്താ കഴിക്കുക, ചെറിയ പൊടിരിക്കഞ്ഞോ അങ്ങനെയൊക്കെയല്ലേ കൊടുക്കുന്നത്. നമുക്ക് ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള മീൽസും കാര്യങ്ങളും റെക്കമെൻഡ് ചെയ്യാം. അത്യാവശ്യം ന്യൂട്രീഷൻ റിക്വയർമെന്റ് ഉള്ള മീൽസും കാര്യങ്ങളും, പൊടിരിക്കഞ്ഞി അല്ലെങ്കിൽ കഞ്ഞി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ പിന്നെ ചില കുട്ടികൾക്ക് മെഡിക്കൽ അല്ലെങ്കിൽ ഡയറ്ററി അഡ്വൈസ് അനുസരിച്ച് സ്ട്രിക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്യണം ചില അസുഖങ്ങൾ വരുന്ന സമയത്ത്. അത് അങ്ങനെ കറക്റ്റ് ആയിട്ട് മീൽസും കാര്യങ്ങളും കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ കുറച്ച് ഫുഡുകൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളും അതേപോലെ സ്പൈസസ്, ഭയങ്കരമായിട്ട് സ്പൈസസും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒത്തിരി ഷുഗർ കണ്ടന്റ് ഉള്ള ഫുഡ് കൊടുക്കാതിരിക്കുക. കോഫി, ടീ കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിലെ തന്നെ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ ഷുഗർ, ചോക്ലേറ്റും കാര്യങ്ങളും കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഒരു പരിധി വരെ നല്ലത്. ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. അതേപോലെ പാക്ഡ് ഫുഡുകൾ കണ്ടിട്ടില്ലേ നിങ്ങൾ, ജങ്ക് ഫുഡ്, ഈ ലേസ്, സ്പ്രിംഗ്, അങ്ങനെയൊക്കെ ഉള്ളത്, പ്രോസസ്ഡ് ഫുഡുകൾ, അത് മാക്സിമം കൊടുക്കാതിരിക്കാൻ നോക്കുക. ഈ ലേസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും വരും. ഞാൻ എന്റെ മോളുടെ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അവർക്ക് ഈ ലേസ് കഴിച്ചിട്ട് എപ്പോഴും വയറ് വേദന. അപ്പൊ ലേസും കാര്യങ്ങളും മാക്സിമം അവോയ്ഡ് ചെയ്യാം. ഫാക്ടറിയിൽ വരുന്ന എന്തും, നമ്മളിപ്പോ ഫാക്ടറിയിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അത് വെജിറ്റബിൾ ആയിരിക്കും അല്ലെ, പൊട്ടറ്റോ ആണ്, ഉരുളക്കിഴങ്ങാണ്. പക്ഷെ അത് ഫാക്ടറിയിൽ പുറത്തേക്ക് വരുമ്പോൾ അതൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് മാറുന്നത്. എന്തൊക്കെ കെമിക്കൽസ് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമുക്കൊരു ധാരണയും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് മാക്സിമം നമ്മുടെ വീട്ടിൽ തന്നെ പാചകം ചെയ്തിട്ടുള്ള ഫുഡും കാര്യങ്ങളും കൊടുക്കാം. ജങ്ക് ഫുഡ്, ബർഗർ, പിസ്സ അതേപോലത്തെ ഫുഡുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യാം. വർഷത്തിൽ ഒരിക്കലും കഴിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. വല്ലപ്പോഴും ഒരു പ്രാവശ്യം കുട്ടിക്ക് ആഗ്രഹം തോന്നുമ്പോൾ വാങ്ങിച്ചു കൊടുക്കുന്ന പോലെയല്ല സ്ഥിരമായിട്ട് അത് വാങ്ങിച്ചു കൊടുക്കുന്നത്. ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ പിസ്സ ആയാലും ബർഗർ ആയാലും നമ്മുടെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം അല്ലെ. ഇന്നത്തെ അമ്മമാർക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ യൂട്യൂബൊക്കെ നോക്കി നല്ല രീതിയിൽ പാചകവും കാര്യങ്ങളൊക്കെ അറിയുന്നവരാ. നിങ്ങൾ ഓരോരുത്തരാണെങ്കിലും വീട്ടില് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുന്നവരാ. ഇപ്പൊ ട്രെൻഡിങ് ഏതാണ്? ഒരു ബണ്ണാണല്ലോ ഇപ്പൊ ട്രെൻഡിങ്. അത് ചെയ്ത് നോക്കിയാരെങ്കിലോ? നോക്കിയില്ലേ? ഇല്ല മിസ്. അതൊക്കെ ഒന്ന് നോക്ക്, കുട്ടികൾക്ക് ഇഷ്ടാവും. ഈവനിങ് വരുമ്പോ ഒരു ബണ്ണ്, ജസ്റ്റ് ബട്ടറും പിന്നെന്താണ് ചെറുതായിട്ട് നമ്മൾക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ അവർക്ക് ഫുഡും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ നോക്കാം. അതേപോലെ തന്നെ ഓക്കെ, അപ്പൊ അവർക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. വേറെ രീതിയിൽ ഇപ്പൊ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ ചിലപ്പോൾ എന്ത് കൊടുക്കുമ്പോൾ പലഹാരങ്ങൾ കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടാവണമെന്നില്ല. ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് പലഹാരങ്ങളും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. ജങ്ക് ഫുഡ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നത് നല്ലത്. പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. ബൺ മസ്ക്
ഓക്കെ, അതാണ് സംഭവം. ഞാൻ കണ്ടു, പക്ഷെ പ്രിപ്പയർ ചെയ്യണമെന്ന് മോള് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത ദിവസം പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. ആളെന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് വന്ന് പറയും, ഇതുപോലെ ഉണ്ടാക്കി തന്നോട്ടമ്മ. അപ്പൊ നമ്മള് വീട്ടില് മാക്സിമം അത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഇനി കുട്ടികളെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ പണിഷ്മെന്റും കാര്യങ്ങളും കൊടുക്കാതിരിക്കാം. പണിഷ്മെന്റ് വെച്ചാൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിച്ചില്ലെങ്കിൽ പണിഷ്മെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് വിഷമാവും. ബെനിഫിറ്റ്സോ പണിഷ്മെന്റോ കൊടുക്കാതിരിക്കുക. കുട്ടികൾ ഒരു കാരണവശാലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അറിയാലോ, ഒരു ദിവസത്തെ ഫാസ്റ്റ് എന്ന ബ്രേക്ക്ഫാസ്റ്റിന്റെ തന്നെ മീനിങ്. ഒത്തിരി നേരം ഒരു ഭക്ഷണം കഴിക്കാതെ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ആ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന ടൈമാണ് രാവിലെ മോർണിംഗ്. അപ്പൊ മോർണിംഗ് എന്ന് പറഞ്ഞാല് നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാല് അവർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് കഴിക്കും. അവർ ക്ലാസ്സിൽ പോകും. അവർക്കത് കുറച്ചും കൂടി എന്താ പറയാ നല്ലതാണ്. അതേപോലെ ഒരുപാട് കളറൊന്നും ഫുഡുകളിൽ ആഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ നിങ്ങൾ കേക്ക് ഒക്കെ വാങ്ങിക്കില്ലേ? വാങ്ങിക്കാറുണ്ട് കുട്ടികളുടെ ബർത്ത്ഡേക്കൊക്കെ? പക്ഷെ കേക്ക് കഴിക്കുന്നത് ഒരു റിസ്ക് ഉണ്ട്. കാരണം ചിലപ്പോൾ നമ്മളുടെ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള കളറും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും കേക്ക് പ്രിപ്പയർ ചെയ്യാൻ നമ്മള് പറയുന്നത്, അല്ലെ? ഞാൻ കേക്ക് ഏൽപ്പിക്കുന്ന ഒരു ചേച്ചി സ്ഥിരമായിട്ട് അവിടെ ഏൽപ്പിക്കുന്നത്. അപ്പൊ ആ ചേച്ചി പറയും, അവിടെ അധികം കളറൊന്നും ചേർക്കണ്ടല്ലോ, കുട്ടികൾക്കുള്ളതല്ലേ എന്ന് പറയും. ഞാൻ പറയും, ഇല്ല ചേച്ചി, വേണ്ട, കളറൊന്നും വേണ്ട, ചേച്ചിയുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പൊ ആദ്യം ഞാനില്ല പറയുമായിരുന്നു, എനിക്ക് ഇന്ന കളർ വേണം. അപ്പൊ ആള് പറഞ്ഞു, ഈ കളർ നല്ലതല്ല എന്ന് ഇങ്ങോട്ട് പറഞ്ഞു. ഈ കളറ് നല്ലതല്ല മോളെ, ഞാൻ കളർ കുറച്ച് ചേർക്കുള്ളൂ, ജസ്റ്റ് ആ ഒരു ഷെയ്ഡ് തോന്നുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു. കാരണം കുട്ടികൾക്കാവുമ്പോൾ നമ്മൾ കുറച്ചും കൂടി കെയർ എടുക്കണം. ഈ കളറും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ കുട്ടികളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അവരുടെ ഹെൽത്തിന് ബാഡാണ്. അതേപോലെ തന്നെ ഷേപ്പ് ഓഫ് ദ ഫുഡ് ഓൾസോ മേക്ക് ദം ഫീൽ ഹാപ്പി. ഫുഡിന്റെ ഷേപ്പ് ഒക്കെ കാണുമ്പോൾ തന്നെ അവർക്ക് സന്തോഷം തോന്നും. ലവ് ചിഹ്നത്തിന്റെ ഒരു എന്താ പറയാ ഷേപ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിൽ റൈസ് ഇങ്ങനെ വെച്ചിട്ട് കൊടുക്കണം. അപ്പൊ റൈസ് ചിലപ്പോൾ അവർക്ക് അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. സാധാരണ നമ്മള് ചോറ് കൊടുക്കുന്നേക്കാളും കൂടുതൽ ചെറിയ ചെറിയ ഷേപ്സിൽ റൈസ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരു സന്തോഷം ഉണ്ടാവും, അല്ലെ? ശ്രദ്ധിച്ചിട്ടുണ്ട് അത്? രാവിലെ ഭയങ്കര മടിച്ചുപോതെയാണ് ഫുഡ് കഴിക്കാനായിട്ട്. ഞാൻ ചെയ്യുന്ന ട്രിക്സ് റൈസ് ഒക്കെ വെച്ചിട്ട് കുഞ്ഞി കണ്ണൊക്കെ വെച്ച് കൊടുക്കും. നല്ല രസം അത്. പിന്നെ എന്താ, അവരോട് പ്രോപ്പർ ആയിട്ട് അവർക്ക് ഹാൻഡ് വാഷിംഗ് ശീലം. ഹാൻഡ് വാഷ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷം എങ്ങനെ കൈ കഴുകണം, ടോയ്ലറ്റിൽ പോയതിനു ശേഷം എങ്ങനെയാണ് കൈ വാഷ് ചെയ്യേണ്ടത്, പിന്നെ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നത് അത് വേസ്റ്റ് ആക്കാത്ത രീതിയിൽ എങ്ങനെ കഴിക്കണം, ഭക്ഷണം കഴിക്കുമ്പോൾ ചുറ്റൊന്നും വീഴാൻ പാടില്ല. അതെല്ലാം നമ്മൾ അവർ ചെറുപ്പത്തിലെ തന്നെ ശീലിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്വയമേ തന്നെ ഭക്ഷണം കഴിക്കാൻ ശീലിപ്പിക്കണം കേട്ടോ. നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് വാരി കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അവർ സ്വയമേ ഭക്ഷണം കഴിക്കുന്നതാണ്. നമ്മൾ എപ്പോഴും വാരി കൊടുത്തു കഴിഞ്ഞാൽ അവരത് ശീലിക്കില്ല. എപ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ഒരിക്കലും അവരങ്ങനെ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യിക്കരുത്. കുട്ടികൾ സ്വയമേ അത് എൻകറേജ് ചെയ്യട്ടെ, അവർ കഴിക്കാനായിട്ട് പഠിക്കട്ടെ. നമ്മൾ പറഞ്ഞത് ഡയറ്ററി റിക്വയർമെന്റ്സ് മുതലാണ്. ഓരോ കുട്ടികളും ഓരോ പാരഗ്രാഫ് വായിക്കുക കേട്ടോ. നമ്മള് ഒന്നും കൂടി പറയാം. ഓക്കെ, ന്യൂട്രീഷണൽ അത് വായിക്കുക. ഫസ്റ്റ് പാരഗ്രാഫ് ആരാ വായിക്കുന്നേ? അറിയില്ല? വായിക്കാം മാം, ഞാൻ വായിക്കാം. ഓക്കേടാ. ഡയറ്ററി റിക്വയർമെന്റ്സ് മുതലല്ലേ? The nutritional necessity of a children depends upon their body size, which is much higher than those for adults. Though the body needs all nutrients in required proportions, nutrition more important at this age are a carbohydrate, protein, vitamin A, B, C, and D, calcium, phosphorus, iodine, and iron. The energy and protein requirements for 3 to 6 years age group are as follows. Energy 1619 എന്താ മാം KCL എന്ന് എനിക്കറിയില്ല, പെർ ഡേ. പ്രോട്ടീൻ 13 gram per. ഓക്കെ, കലോറീസ് എന്നാ പറയുന്നത്. നമ്മള് എനർജി മറന്നു മെഷർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ജിമ്മിലൊക്കെ പോകണമെങ്കിൽ ഇന്ന് ഫുഡിന് ഇത്ര കലോറി, ഇന്നതിന് ഇത്ര കലോറീസ് ആണ്, ഇത് വേണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ലേ? അപ്പൊ കലോറിയാണ് ഫുഡിനെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എനർജിനെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് കലോറീസ്. അപ്പൊ പ്ലീസ്
ഓക്കെ, അപ്പൊ നമ്മള് കുട്ടികൾക്ക് അവരുടെ ഏജ് കുഞ്ഞു കുട്ടികൾക്ക് ആവുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ന്യൂട്രീഷൻ റിക്വയർമെന്റ്സ് ഉണ്ട്. മുതിർന്നവരെക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പർ ആയിട്ട് ഗ്രോത്തിനും ആവശ്യത്തിനും ഒരുപാട് ന്യൂട്രീഷൻസ് കൊടുക്കണം. അത് പ്രപ്പോർഷനേറ്റ് ആയിട്ട് കൊടുക്കണം. കറക്റ്റ് എമൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. അത് കാർബോഹൈഡ്രേറ്റ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആണ്. പ്രോട്ടീൻ, വൈറ്റമിൻ എ, ബി, സി, ഡി, കാൽസ്യം, ഫോസ്ഫറസ്, അയഡിന്റെ കുറവ് കൊണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസുഖങ്ങൾ പിന്നീട് വരും. അയണിന്റെ കുറവ് കൊണ്ടും അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇത് കുറഞ്ഞു കഴിഞ്ഞാലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡെഫിഷ്യൻസീസ് അല്ലെങ്കിൽ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ കറക്റ്റ് എമൗണ്ട് കുട്ടികളിൽ അത് എത്തുന്നുണ്ടോന്ന് നമ്മൾ പാരന്റ്സ് ഇൻക്ലൂഡിങ് ടീച്ചേഴ്സും എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. ഇതിൽ എനർജിയും പ്രോട്ടീനും അളവ് പറഞ്ഞിട്ടുണ്ട്. എനർജി എന്ന് പറയുമ്പോൾ 1690 കലോറീസ് പെർ ഡേ ആണെങ്കിൽ പ്രോട്ടീൻ 20 grams പെർ ഡേ ആണ്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് ആരാ വായിക്കുന്നേ? ഞാൻ വായിക്കാം മിസ്. ഓക്കെ, അഖില വായിച്ചോടാ. The preschooler's diet should contain sufficient cereals, pulse, and a variety of vegetables. The vegetables can be either green leafy vegetables like spinach, beans, etc., or yellow and orange vegetables such as carrot, pumpkin, etc. Citrus fruits like musambi, orange, gooseberry, and yellow fruits such as papaya, guava, and mango should be included. Milk should also be given in a good amount, although overemphasis should be avoided. If a child does not take milk, alternate milk preparation like curd, paneer, custard, kheer, pudding can be used. Egg, meat, and fish should be included in case of non-vegetarians. ഓക്കെ, അപ്പൊ നമ്മള് പ്രീ സ്കൂളേഴ്സിന്റെ റൈറ്റ് കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. കറക്റ്റ് ആയിട്ടുള്ള ധാന്യങ്ങളും പൾസും കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് ഇൻക്ലൂഡ് ചെയ്യണം. വെജിറ്റബിൾസിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, യെല്ലോ ആൻഡ് ഓറഞ്ച് വെജിറ്റബിൾസ്, പിന്നെ സിട്രസ് ഫ്രൂട്ട്സ്, കുറച്ച് പുളിപ്പൊക്കെ ഉള്ള ഫ്രൂട്ട്സ്, യെല്ലോ ഫ്രൂട്ട്സും കാര്യങ്ങളും അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ പറയില്ലേ, ഈ അവക്കാഡോ ഒക്കെ ഭയങ്കര പൈസയാണ്, അല്ലെങ്കിൽ ചില ഫ്രൂട്ട്സ് പുറത്തുനിന്നുള്ള ഫ്രൂട്ട്സിനൊക്കെ ഭയങ്കര പൈസയാണെന്ന് പറയും. അതിന്റെ അതേ ഗുണം ചെയ്യുന്ന നമ്മൾ നാട്ടിൽ കിട്ടുന്ന കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണ്ട്, നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് കുട്ടികൾക്ക് അത് ഫോളോ ചെയ്യാൻ നോക്കാം. അപ്പൊ എന്താ പറയാ, ഏതാണ് ഈ നെല്ലിക്ക അതേപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഓറഞ്ച്, ക്യാരറ്റ്, പംകിൻ, ഇതൊക്കെ നല്ലതാണ്. അവർക്ക് വേവിച്ച്, കുഞ്ഞു കുട്ടികളാകുമ്പോൾ അത് വേവിച്ച് കൊടുക്കാം. ഇപ്പൊ ക്യാരറ്റ് ആണെങ്കിൽ ക്യാരറ്റ് കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ക്യാരറ്റ് ജ്യൂസ് അടിച്ചു കൊടുക്കാൻ പറ്റും അല്ലെ. ക്യാരറ്റ് ജ്യൂസ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ക്യാരറ്റ് ഹൽവ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. ഡിഫറെന്റ് ഫോംസിൽ അതാക്കി കൊടുക്കും, കുട്ടികൾ കഴിച്ചോളും. ഇനി മിൽക്ക് ഒക്കെ കഴിക്കാൻ ചിലപ്പോൾ മടി കാണിക്കുന്ന പിള്ളേരുണ്ടാവും. രാവിലെ തന്നെ ഒരു ഗ്ലാസ് പാല് കുടിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടാസ്ക് അല്ലേ? ഇല്ല, മിൽക്കുള്ള പിള്ളേർക്ക് മിൽക്ക് വേണ്ട, മിൽക്കിന്റെ മണം ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഡിഫറെന്റ് ഫോംസിലാക്കിയിട്ടുള്ള മിൽക്കും കാര്യങ്ങളും മിൽക്ക് പ്രൊഡക്റ്റും കാര്യങ്ങളും കുട്ടികൾക്ക് കൊടുക്കാം. ഇനി എഗ്, മീറ്റ്, ഫിഷും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. ക്യാരറ്റ് ദോശ അത് നല്ലതാണ്. അതേപോലെ എഗ്, മീറ്റ്, ഫിഷും കുട്ടികളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇതൊന്നും കൊടുക്കാതെ വളർത്തിയെടുത്ത് നോൺ വെജിറ്റേറിയന്റെ കേസിലാണെങ്കിൽ ഇപ്പൊ എഗ്ഗും മീറ്റും ഫിഷിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഗുണങ്ങളുള്ള എന്താ പറയാ മറ്റു വെജിറ്റബിൾസോ അല്ലെങ്കിൽ ധാന്യങ്ങളോ ഒക്കെ ഉണ്ടാവും, അത് ഇൻക്ലൂഡ് ചെയ്യാം അവരുടെ ഡയറ്റില്. ഓക്കെ, അപ്പൊ നമ്മൾ മാക്സിമം എന്ത് ചെയ്യാതിരിക്കാം, ഫുഡും കാര്യങ്ങളും അവോയ്ഡ് ചെയ്യാതിരിക്കുക. എല്ലാ ടൈപ്പ് ഫുഡും കുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അവർക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ അത് വേറെ ഫോമിലാക്കിയിട്ട് നമ്മൾ കൊടുക്കാനായിട്ട് നോക്കാം. ഞാൻ ഈ ചെറുതിലാകുമ്പോഴേ ഈ മുളപ്പിച്ചിട്ടുള്ള പയറില്ലേ, ചെറുപയറൊക്കെ, അത് മുളപ്പിച്ചിട്ട് കൊടുക്കുമായിരുന്നു. അത് നല്ല ടേസ്റ്റാ അങ്ങനെ മുളപ്പിച്ചിട്ട് കഴിക്കുമ്പോ. ഓക്കെ, ഞാൻ അത് സാലഡ് വെച്ച് കഴിക്കും. എനിക്ക് സാലഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എക്സ്പെഷ്യലി ഫുഡിനേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടം സാലഡാ. അപ്പോ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സാലഡ്, കുക്കുംബറും ക്യാരറ്റും കാര്യങ്ങളും ഡിഫറെന്റ് ടൈപ്സിൽ ചെയ്യൂട്ടോ. എന്നിട്ട് ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ മുളപ്പിച്ചിട്ടുള്ള മുള വന്നിട്ടുള്ള പയറിടും, അല്ലെങ്കിൽ ചെറുപയർ, അല്ലെങ്കിൽ ചിലപ്പോ കോണില്ലേ, സ്വീറ്റ് കോൺ, അതായിരിക്കും ഇടുന്നത്. അപ്പൊ അതിന് ഡിഫറെന്റ് രീതിയിൽ ചെയ്യും. വീട്ടിലും മക്കൾക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ കഴിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് അവരത് വെറുതെ റോയായിട്ട് തന്നെ അത് മുളപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരത് കഴിക്കും. ആർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ ബാക്കിയുള്ളവരെല്ലാവരും അത് ഫോളോ ചെയ്യും.
അപ്പം സാലഡ്സ് പ്രിപ്പയർ ചെയ്ത് കഴിച്ചു നോക്കും. ഡിഫറെന്റ് ഫോംസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ടൈം ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ചെറിയ സിമ്പിൾ ആയിട്ടുള്ള സാലഡ്സ് മുതൽ അത്യാവശ്യം നമ്മുടെ ഫുൾ വയറ് ഫിൽ ആകുന്ന രീതിയിൽ നമുക്ക് സാലഡ്സും കാര്യങ്ങളും കഴിക്കാൻ പറ്റും. മിസ് സാലഡ് മിച്ചറൊക്കെ ഇട്ടുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാ, വെറൈറ്റിയാ. ഞങ്ങൾ അങ്ങനെ ട്രൈ ചെയ്യാം. എനിക്ക് പക്ഷെ പണ്ട് സാലഡ് ഇഷ്ടമില്ലായിരുന്നു. ഒരു തവണ കോവിഡിന്റെ ഒക്കെ ടൈമിൽ വെറൈറ്റി ആയിട്ട് അമ്മ മിച്ചറൊക്കെ ഇട്ട്, എരിവുള്ള മിച്ചറൊക്കെ ഇട്ടപ്പോഴത്തേക്കും അങ്ങനെ ഞാൻ കഴിക്കുള്ളൂ. അല്ലാതെ എനിക്ക് കുക്കുംബർ ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെ ടേസ്റ്റ് എരിവുള്ള മിച്ചറോ എരിവില്ലാത്തതോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഓക്കെ. നമ്മൾ ഈ പുറത്തൊക്കെ നമ്മൾ പോകുമ്പില്ലേ, ഫെസ്റ്റിവൽസിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോൾ മസാല ചാട്ട് എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടൂല്ലേ, കുക്കുംബറും ക്യാരറ്റും അത് ഞാൻ വീട്ടിൽ പ്രിപ്പയർ ചെയ്യും. അവിടുന്ന് പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കില്ല കേട്ടോ. പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിച്ചാൽ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാല്, ഇതേപോലെ ഒരു 2 വർഷം മുമ്പ് ഞാൻ ഇത് പുറത്തെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാലഡ്. അപ്പൊ ഇത് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ച് കഴിച്ചു. എനിക്ക് തോട്ട് ഇൻഫെക്ഷൻ വന്നു. ഒത്തിരി നാള് സൗണ്ട് കിട്ടിയില്ല പിന്നെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പുറത്തുനിന്നുള്ളത് വാങ്ങിച്ച് കഴിക്കൂല. ഞാൻ സ്വയമേ പ്രിപ്പയർ ചെയ്യും കുറച്ച് നാള്. അതെനിക്ക് തൈറോയിഡിന് ഇഷ്യൂ ഉണ്ട് അതേപോലെ തന്നെ. അപ്പൊ അതുകൊണ്ട് ക്യാബേജ് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പിന്നീട് അത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യും. അത് നല്ല ഇഷ്ടമാണ് എനിക്ക്. ചാറ്റ് മസാലയൊക്കെ യൂസ് ചെയ്തിട്ട് സാലഡ് പോലെ തന്നെ മിക്സ് ചെയ്യും. വെജിറ്റബിൾസും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യും. അതിനോടൊപ്പം തന്നെ നമ്മളുടെ കടലയുണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ഞാൻ കൊടുക്കും. വീട്ടിലെല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ ചാറ്റ് മസാല അൺഹെൽത്തി അല്ലേ? അത് ഞാൻ പ്രിപ്പയർ ചെയ്യണേടാ. അതാണ് ഇത്. ഞാൻ സ്വന്തമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് ഓരോ മസാല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മള് മീറ്റിന് വേണ്ടിയിട്ടും ചാറ്റ് മസാല അതൊക്കെ നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ, പക്ഷെ നമുക്കത് പ്രിപ്പയർ ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ വാങ്ങിക്കുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കറി പൗഡേഴ്സ് ഉണ്ടല്ലോ. തൈറോയ്ഡ് ഉള്ളതുകൊണ്ട് ക്യാബേജ് എനിക്ക് പറ്റില്ല. തൈറോയ്ഡ് കൂടുതലാണോ? ഹൈപ്പർ തൈറോയിഡ്സ് ആണോ? എനിക്ക് ഹൈപ്പോ ആടാ. എന്ത് ചെയ്യും? ഹൈപ്പോ ആകുമ്പോ കുറവല്ലേ? തൈറോയ്ഡ് കുറവാണ്, പക്ഷെ ക്യാബേജ് പറ്റൂല. പക്ഷെ എന്നോട് ഡോക്ടർ പറഞ്ഞത് ക്യാബേജ് ഇൻക്ലൂഡ് ചെയ്യണോന്ന്. എനിക്ക് ഹൈപ്പോ തൈറോയിഡ്സാ. ആണോ? അതാ ഞാൻ ചോദിച്ചത്. എനിക്ക് ക്യാബേജ് പറ്റൂല, കോളിഫ്ലവർ പറ്റൂല, പീനട്സ് പറ്റൂല, അങ്ങനെ കുറച്ച് സെറ്റ് ഉണ്ട്. പൈനാപ്പിൾ പറ്റൂല. കുറച്ച് ചിലത് അലർജിയാണ്, ചിലത് തൈറോയിഡിന് റിലേറ്റഡ് ആയിട്ട് ഫുഡ് പറ്റാത്തതാ. ഓക്കെ. അല്ല, തൈറോയ്ഡ് ഇല്ലാത്തപ്പോ തൈറോയ്ഡ് ഇതാക്കാനുള്ള ഇത് കഴിക്കാമല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. എനിക്ക് സ്റ്റേബിൾ അല്ല, ഓ, മാറിക്കൊണ്ടിരിക്കുക. ചിലപ്പോ കുറവായിരിക്കും, ചിലപ്പോ കൂടുതലായിരിക്കും. അപ്പൊ ഞാൻ അതായിരിക്കും. എനിക്ക് കുറവാ, ഭയങ്കര കുറവാ. എത്ര ഗുളിക കഴിച്ചിട്ടും ആ രീതിയിൽ തന്നെ നിക്കുക. 0.6 0.4 നിക്കുക. 0.2 ആയിരിക്കും ചിലപ്പോ ഒരു പ്രാവശ്യം ചെക്ക് ചെയ്യുമ്പോ, ചിലപ്പോ 6.8 ആയിരിക്കും. അപ്പൊ അതൊരു വേരിയേഷൻ വരുന്നുണ്ട്. വേരിയേഷൻ വരുന്നുണ്ടായിരിക്കും. ഓക്കെ ഓക്കെ, അതൊരു ഡൗട്ട് ആയിരുന്നു, അത് ചോദിച്ചു. അപ്പൊ ഓക്കെ, തൈറോയ്ഡ് ആതിര, ബ്ലഡ് തൊണ്ടയിൽ നിന്ന് വരുന്നുണ്ടോ ആതിര? ഓക്കെ, ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ ഗ്രന്ഥിയിലും ഉണ്ട്, നമുക്ക് ബ്ലഡിലും ഉണ്ട്. ബ്ലഡിൽ വരുന്നതിന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഗുളിക ടാബ്ലറ്റ് എടുത്തോണ്ടിരിക്കണം. ഓക്കെ, അങ്ങനെയാണോ? അങ്ങനാണെന്ന് തോന്നുന്നു. ഇല്ല, ഞാൻ തൈറോയിഡിന് മരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 13 വയസ്സ് മുതൽ കഴിക്കുന്നതാ. അന്നൊക്കെ എനിക്ക് ഹൈപ്പോ തൈറോയിഡ് ആയിരുന്നു. കുഴപ്പമില്ല കേട്ടോ, ഹൈപ്പോ തൈറോയിഡ് ആയിരുന്നു, കുറവായിരുന്നു. എന്നുവെച്ചാൽ 0.2 ഉള്ളതിനേക്കാൾ വളരെ കുറവായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ട് വേണ്ട റേറ്റിനേക്കാളും പിന്നീട് എനിക്കത് കൂടി. പിന്നെ ഇപ്പൊ സ്റ്റേബിൾ ആണ്. ചെക്ക് ചെയ്തിട്ടില്ല, അടുത്ത് തന്നെ ചെക്ക് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ടൈം കിട്ടണില്ല ചെക്ക് ചെയ്യാൻ പോകാനായിട്ട്. നമ്മളത് നോക്കുക, കറക്റ്റ് ആയിട്ട് നമുക്ക് പറ്റാത്ത ഫുഡും കാര്യങ്ങളും നോക്കിയിട്ട് അത് അവോയ്ഡ് ചെയ്യാം. എനിക്ക് പീനട്സ് നമ്മളിപ്പോ തൈറോയ്ഡ് ചെക്ക് ചെയ്യുമ്പോൾ നോർമൽ അളവ് ചെക്ക് ചെയ്യുക, TSH മാത്രം ചെക്ക് ചെയ്താൽ മതിയാ? ഈ TSH പറയില്ലേ, TSH. പക്ഷെ അതിലും മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഏത് ടെസ്റ്റാ? അത് ഒരു സെറ്റ് ഓഫ് കാരണം എനിക്ക് ഈ TSH ടെസ്റ്റ് ചെയ്തപ്പോ ആദ്യം തൈറോയ്ഡ് ഉണ്ട്, 6 something കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു മാസം കഴിഞ്ഞപ്പോ എനിക്കത് ഇല്ല. ടെസ്റ്റ് ചെയ്തപ്പോ ടെസ്റ്റ് ഇല്ല, പക്ഷെ എനിക്ക് നല്ല മുടി നല്ല കൊഴിയുന്നുണ്ട്, എനിക്ക് എന്തൊക്കെ ഒരു ഇറിറ്റേഷൻ ഉണ്ട്. അപ്പൊ ഞാൻ അതിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അവര്
വേറെ ഏത് ടെസ്റ്റാന്ന് എനിക്കറിയില്ല, ഞാൻ പിന്നെ കാണിച്ചിട്ടില്ല പേടിച്ചിട്ട്. കാരണം തൈറോയിഡിന്റെ മെഡിസിൻ കഴിക്കേണ്ടി പക്ഷെ വന്നാലോ. അമ്മയ്ക്കുണ്ട്, മിസ്സേ എന്റെ അമ്മയ്ക്കുണ്ട് തൈറോയിഡ്. എനിക്ക് And ഹോർമോൺ thyroid ചേഞ്ച് ആവുക medicine പറഞ്ഞില്ലേ. കഴിക്കുന്നത് പ്രശ്നമൊന്നുമില്ല. അത് പക്ഷെ നോർമലാണ്. പക്ഷെ അത് എന്താണെന്നറിയാമോ, തൈറോയിഡ് മെഡിസിൻ അവോയ്ഡ് ചെയ്യുന്നതാണ് പ്രശ്നം. പക്ഷെ അത് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടോന്ന് അറിയില്ല. എനിക്ക് ഒരിക്കൽ ഗ്യാസ്ട്രൈറ്റിസിന്റെ പ്രശ്നം വന്നപ്പോഴാണ് ചെക്ക് ചെയ്തപ്പോൾ തൈറോയിഡിന്റെ പ്രശ്നം കണ്ടത്. പിന്നെ അത് പ്രൊലാക്റ്റിന്റെ അളവ് കൂടി. നമുക്ക് സാധാരണ പ്രഗ്നൻസി ടൈമിലാണല്ലോ പ്രൊലാക്റ്റിൻ ഉണ്ടാവുക. എനിക്കത് പ്രഗ്നൻസി ഒക്കെ നിർത്തിയതിനു ശേഷം കൂടി ഇപ്പൊ അത് കൂടുതലായി. ഇങ്ങനെ പാല് വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് നോക്കിയപ്പോ ഈ ഹോർമോൺ ചേഞ്ച് ആണെന്നാ പറഞ്ഞത്. പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോ നോർമലായി. പക്ഷെ എനിക്കിപ്പോ വീണ്ടും പഴയ അതേപോലെ ഒരു പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ മിസ്സേ ചിലപ്പോ നമ്മള് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും എന്താ പറയാ, തൈറോയ്ഡ് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്താലും ചില സമയം കാണൂല. അതിന് നമ്മൾ ഈ തൊണ്ട തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സ്കാൻ ചെയ്യണം ഈ തൊണ്ടേന്റെ പോർഷൻ. അന്നേരം ചിലപ്പോ നോഡ്യൂൾസ് ഉണ്ടാവും, കുമിളകൾ പോലെ. അത് ഭയങ്കര എന്താ പറയാ, അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ട്രീറ്റ്മെന്റ് ആയിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഇല്ലാന്നാ ഡോക്ടർമാർ പറയുന്നേ. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ കണ്ടുപിടിക്കുവാണെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം. അത് കുറേ ആയിട്ടുണ്ടെങ്കിൽ പക്ഷെ എനിക്ക് ഈ തൊണ്ട സ്കാൻ അത് ചെയ്തിട്ടില്ല. കഴുത്തില് ആ ബാക്ക് പെയിനാണ്, കഴുത്തിലൊക്കെ കഴുത്ത് ഞാൻ പറയും. വേദനയാണ്. ആ അവിടെ ഇങ്ങനെ ഒരു മുളകൾ ഉണ്ടായിരുന്നു ആ കഴുത്തില്, ഈ ഷോൾഡറിന്റെ അവിടെ ഇട്ട്. ഒരിക്കൽ ആ ഓപ്പറേഷൻ ചെയ്തു. ഇപ്പൊ ഉം. രണ്ടാമത് എനിക്ക് ചെറിയൊരു മുഴ വന്നിട്ടുണ്ട്. പക്ഷെ ഈ അതിന്റെ കൈ പൊക്കുമ്പോഴൊക്കെ അറിയുള്ളൂ. കഴുത്തിൽ ഇങ്ങനെ നോഡ്യൂൾസ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് സ്പ്രെഡ് ആവും. പിന്നെ നമ്മളെ ബോഡിയിൽ അതായത് ഉള്ളിലാണ്, പിന്നെ കണ്ണിന്റെ ഉള്ളില്, പിന്നെ നമ്മൾ ഈ ബ്ലഡ് എവിടെയൊക്കെ ഫ്ലോ ചെയ്യുന്നു അപ്പൊ അതിൽ കലർന്നിട്ട് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ ഈ തൈറോയിഡിന്റെ കുമിളകൾ വളരുന്ന ഡോക്ടർ പറയുന്നത്. ഞാന് ഈ നമുക്കറിയാം, കഴുത്തില് വന്നത് ഓപ്പറേഷൻ ചെയ്തു. ടെസ്റ്റിന് തൈറോയിഡ് അയച്ചപ്പോ നമുക്ക് നോർമലാ പറഞ്ഞു കേട്ടോ. വിചാരിക്കുന്നതിന് അപ്പുറമായി തൈറോയിഡ് എന്നുള്ളൊരു അസുഖം. ആണോ? അത് എന്റെ ഉമ്മാക്ക് ഉണ്ടേനു. അപ്പം ഉമ്മ ഇതുപോലെ ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടൊന്നും ബ്ലഡിലൊന്നും തൈറോയിഡ് ഇല്ല. അപ്പം പിന്നെ പക്ഷെ ഈ കൈക്ക് ഇങ്ങനെ എപ്പോഴും വേദനയാ. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു കഴുത്തിന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. കഴുത്ത് സ്കാൻ ചെയ്തപ്പോ നിറയെ നൊഡ്യൂൾസാ. പക്ഷെ നമുക്കിപ്പോ ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല, അതങ്ങനെ അങ്ങ് പോട്ടെ. പിന്നെ കണ്ണിന്റെ താഴെയെല്ലാം ഇങ്ങനെ എന്താ പറയാ പൊക്കള പോലെ വരും. അതാ ഫസ്റ്റ് ലക്ഷണം വന്നത്. കണ്ണിന്റെ താഴെ നിറയെ കുമിളകൾ വന്ന് അത് പൊട്ടി. പിന്നെ എന്താ പറയാ, അതിനെന്തോ എന്തോ ഒരു ഇത് പറയൂലേ, കണ്ണിന്റെ താഴെ ഒരു കറുപ്പ് ഇത് വന്നു കഴിഞ്ഞാല്. ഡാർക്ക് സർക്കിൾ ആണോ? അല്ല, എന്നാടി പറയാ, കരിമംഗല്യം എന്ന് പറയുന്നില്ല ഓരോരുത്തര്. അതുപോലെ പിന്നെ കാണുമ്പോ ഉണ്ടാവും. പക്ഷെ കരിമംഗല്യം അല്ല ഇത്. ഈ തൈറോയിഡിന്റെ പ്രശ്നം കൊണ്ട് കണ്ണിന്റെ താഴെ നിറയെ കുമിള വന്നിട്ട് അത് ഉണങ്ങി മാറി കഴിഞ്ഞാൽ ഈ കരിമംഗല്യം പോലെ വന്ന പോലെ ഉണ്ടാകാന്. അങ്ങനെയെല്ലാം വരുമ്പോ ഒന്ന് ജസ്റ്റ് എല്ലാരും ഒന്ന്, അങ്ങനെ എല്ലാരും നല്ല ഇങ്ങനെ വന്ന ആൾക്കാര് തൊണ്ടയൊന്ന് സ്കാൻ ചെയ്യുന്ന നല്ലതായിരിക്കും. ഒരുവിധം ഡോക്ടേഴ്സ് ഒന്നും ആ ടെസ്റ്റ് എഴുതൂല. എപ്പോഴും ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, ആ ബ്ലഡിൽ തൈറോയിഡ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് വിടുകയ്യ. എനിക്ക് ഈ വൈറ്റമിൻ ഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നേ. മുടി ശരിക്കും ഇങ്ങനെ പറഞ്ഞു പോകും. ഞാനേ അറിയില്ല, വെറുതെ ഇങ്ങനെ മുടി തലപ്പിങ്ങനെ ആക്കി അങ്ങനെ അങ്ങോട്ട് കൊഴിഞ്ഞ് നല്ല പോകും. അപ്പൊ വൈറ്റമിൻ ഡിന്റെ പ്രശ്നം ഇപ്പൊ 4 പോയിന്റ് ഒക്കെ ആയിരുന്നു വൈറ്റമിൻ ഡി ഉണ്ടായിരുന്നത്. അപ്പൊ ഉടനെ മെഡിസിൻ കഴിക്കണം, സപ്ലിമെന്ററി ഒക്കെ എടുത്തു. അപ്പൊ അത് എടുത്തിട്ട് 1 വർഷം കഴിഞ്ഞു വീണ്ടും അതേ പ്രശ്നം. അതാണ് എനിക്ക് കഴുത്ത് ബാക്ക് പെയിനാ കൂടുതലും. കഴുത്ത് എപ്പോഴും വേദനയാണ്. ഈ നീരർക്ക പറഞ്ഞിട്ട് നടക്കുക. ഇപ്പൊ നോക്കുന്ന ഷോൾഡറിന്റെ അവിടെ വീണ്ടും നേരത്തെ ഓപ്പറേഷൻ ചെയ്ത അവിടെ തന്നെ ചെറിയൊരു മുഴ വന്ന് നിൽക്കുന്നുണ്ട്. അത് എനിക്ക് ഞാൻ തൊടുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എല്ലിന്റെ അടിയിലാണ്, ബോൺസിന്റെ അടിയിലായതുകൊണ്ട് അത് കുറച്ചും കൂടി വളർന്നാലാണ് എനിക്ക് ഡോക്ടറിനെ കാണിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ സ്കാൻ ചെയ്യണം നമ്മൾ പറഞ്ഞിട്ട്. അതിപ്പോ വീണ്ടും ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കണം. ഇങ്ങനെ വരുന്നത് കൊണ്ട് തൈറോയ്ഡ് ആണോ സംശയം ചോദിച്ചതാ ഞാൻ. എനിക്ക് ബ്ലഡിലാണ്. അപ്പൊ അതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റുന്നുണ്ട്. ഇത്രയും കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ തൈറോയിഡിന്റെ. കുറെ നാളായിട്ട് കൂടെയുള്ള ഒരു ഫ്രണ്ട് പോലെ തന്നെ എന്റെ തൈറോയിഡ് കൂടെ വന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല ആളെ കൊണ്ട്. ടോട്ടല് എനിക്കിപ്പോ കുറച്ച് കൂടുതലാണെന്ന് ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ട്. പറഞ്ഞതുപോലെ ഈ കാബേജ്, ഈ തൈറോയിഡ് ഉള്ള ആൾക്കാർ ഒഴിവാക്കേണ്ട ഫുഡെല്ലാം ഒഴിവാക്കിയ ഒരു പരിധി ഇതുവരെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഫുഡും അതേപോലെ തന്നെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ അയഡിൻ ഇല്ലേ, ഉപ്പ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഡയറ്റില്. ഓവർ ആയിട്ടല്ല, അല്ലാത്ത രീതിയിൽ ഞാൻ
അയഡിന്റെ അളവ് കൂട്ടുന്നുണ്ട്. ഉപ്പ് നമ്മളെ മറ്റേ സാധാ ഉപ്പല്ലാണ്ട് മറ്റേ വേറൊരു ഉപ്പില്ലേ അതാ യൂസ് അയഡിൻ ചെയ്യുന്നത്. കൂട്ടിയിട്ടുള്ള ആ അതാണ് യൂസ് ചെയ്യുന്നത്. അതിന് ഇത്തിരി റേറ്റ് വ്യത്യാസമുള്ളൂ. ആ ഇന്ദുപ്പ്. ആ ഇന്ദു ഓക്കെ. അപ്പൊ അത് ഒരു പിങ്ക് കളറിലല്ലേ? അതെ അത് പിങ്ക് തന്നെ മാം. അതാ ഒറിജിനൽ ഉപ്പ്. ശരിക്കും നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് എപ്പോഴും അത് വാങ്ങുന്നതാ നല്ലത്. നമ്മുടെ ആരോഗ്യല്ലേ നമുക്ക് പ്രധാനം. വില നോക്കിയിട്ടൊന്നും കാര്യമില്ല. ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. പഞ്ചസാര ആയാലും ബ്രൗണ് നമ്മൾ വാങ്ങുന്ന ഏറ്റവും ബെസ്റ്റ് വീട്ടിലേക്ക്. ദെൻ അപ്പൊ ശ്രദ്ധിക്കാട്ടോ കുട്ടികളിലാവുമ്പോ. എനിക്ക് തൈറോയ്ഡ് വന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലാരും ഉപ്പ് കഴിക്കില്ലായിരുന്നു. അങ്ങനെ അയഡിൻ കുറഞ്ഞിട്ടായിരുന്നു അന്നത്തെ സമയത്ത് എനിക്ക് തൈറോയ്ഡ് കൂടിയത്. പക്ഷെ ഇപ്പൊ ഏകദേശം നോർമൽ. കാരണം ഡയറ്റിൽ ഞാൻ കുറച്ച് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് പക്ഷെ ക്യാബേജ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്, പക്ഷെ കഴിക്കാൻ പറ്റില്ല. മിസ് കഴിഞ്ഞ തവണ പറഞ്ഞില്ലേ ഫിഷ് കൂട്ടയില്ലാന്ന്. ഏറ്റവും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട സാധനമാണ് ഫിഷ്. ഒരുവിധ അസുഖങ്ങൾക്കൊക്കെ നല്ല അതന്ന് അച്ഛന് ഫിഷിന് എന്താ പറയാ കടൽ മത്സ്യങ്ങളൊന്നും ഇഷ്ടമല്ല. വീട്ടിൽ വാങ്ങിക്കാറേ ഇല്ല. അപ്പൊ ഞാൻ കല്യാണം കഴിച്ചു വന്നപ്പോ ഇവിടുത്തെ വീട്ടിലാണെങ്കിൽ എല്ലാ ടൈപ്പ് ഫിഷും കൂട്ടും. ആദ്യം എനിക്ക് അഡ്ജസ്റ്റബിൾ അല്ലായിരുന്നു. ഇപ്പൊ ഞാൻ പക്ഷെ എല്ലാ ടൈപ്പ് ഫിഷും കൂട്ടുന്നുണ്ട്. കടൽ മത്സ്യങ്ങൾ കൂടുതൽ കഴിക്കുന്നത് നല്ലതാണ്. ഓക്കെ. എന്നെ വീട്ടിൽ നിന്ന് പൂച്ചന്ന് പറയാ. അത്രക്ക് ഫിഷ് ഞാൻ കഴിക്കും. എനിക്ക് ഭയങ്കര ഇപ്പൊ എനിക്കിഷ്ടമാണ്. വീട്ടിലും മക്കളും ഫിഷുകൾ നന്നായിട്ട് കഴിക്കും. കടൽ മത്സ്യങ്ങളല്ലേ കൂടുതലും? കടൽ മത്സ്യങ്ങള് എന്റെ വീട്ടില്, എന്റെ സ്വന്തം ഫാമിലിയില് കടൽ മത്സ്യങ്ങളൊന്നും കഴിക്കില്ല വീട്ടില്. ചില മീനുകളൊന്നും വീട്ടില് ചങ്ങാതിമാരാക്കുന്നുണ്ടെങ്കിൽ മീൻ പിടിച്ചു കൊണ്ടുവരുന്ന ആൾക്കാരെ ചങ്ങാതിയാക്കുന്നതല്ല. കാരണം ഫ്രഷ് മീൻ കിട്ടും. ഇപ്പൊ ഈ മരുന്നടിച്ച മീനല്ലല്ലോ ഇപ്പൊ നമ്മുടെ നാട്ടിലെല്ലാം വരുന്നത്. ഞാൻ പറയും മീൻകാരെ ചങ്ങാതിമാരാക്കിയ നല്ലത്. ഫ്രഷ് മീൻ നമുക്ക് പൈസ കൊടുത്താലും സാരില്ലല്ലോ. കുഴപ്പമില്ല. ഞങ്ങള് കുറച്ചും കൂടി കടലിനോട് അടുത്ത് കിടക്കുന്നവരാ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രഷ് ആയി കിട്ടുന്നതെന്ന് തോന്നുന്നു. കുറച്ച് ദൂരത്തേക്ക് പോകുന്നതിനനുസരിച്ച് ആ ഫ്രഷ്നെസ്സിന് കോട്ടൊന്നും വരുന്നില്ല. അത്രയും നല്ല രീതിയിൽ അവര് അമോണിയോ അതൊക്കെ ഇട്ടിട്ട് നല്ല ഫ്രഷ് ആയിട്ടാണ് കൊണ്ടുവന്ന് വെക്കുന്നത്. കണ്ടിട്ടുണ്ടോ? 4 ദിവസം ആയാലും ആ ഫ്രഷ്നെസ് പോകുന്നില്ല. എന്തൊക്കെ കെമിക്കൽ ആഡ് ചെയ്യണമെന്നൊരു ധാരണയില്ല. കാരണം അവർ ഐസിൽ തന്നെ നഴ്സറിയിലൊക്കെ ഉപയോഗിക്കുന്ന മറ്റേ മരുന്നുണ്ടല്ലോ മാം, അതൊക്കെ ചേർക്കുന്ന പക്ഷെ പറയുന്നു. ഇപ്പം ജനങ്ങള് മനുഷ്യന്മാരെ എങ്ങനെ കൊല്ലാൻ ഇഞ്ചിഞ്ചായിട്ട് എങ്ങനെയാ കൊല്ലാൻ പറ്റുക ആലോചിച്ചിട്ടാ നടക്കുന്നത്. പണ്ടൊന്നും അങ്ങനെയല്ല. നമ്മള് കാരണം മറ്റൊരാൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാം അത്രയും സൂക്ഷ്മതയോടെയാ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ ഇപ്പൊ കെമിക്കലാണ്, ഫുൾ കെമിക്കലാണ്. അതെ. അതുകൊണ്ട് ഞാൻ പറയണത് ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് അസുഖം വരുന്നത് വരെ ആർക്കും ഒരു പ്രശ്നമില്ല. നമുക്കെല്ലാം ഒരു കുട്ടികൾക്ക് സുഖമില്ലാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാല് അങ്ങനെ പറ്റാണ്ടിരിക്കണ്ടിട്ടല്ലേ നമ്മൾ നോക്കുക. മരുന്നടിക്കാത്ത ഭക്ഷണങ്ങള് അങ്ങനെയൊക്കെ നോക്കിയിട്ട്. ഇപ്പൊ അതൊന്നും അല്ലല്ലോ. ഫ്രൂട്ട്സ് പോലും കുട്ടികൾക്ക് കഴുകാണ്ട് കഴിക്കാൻ പറ്റുന്നില്ല. നമ്മള് മുന്തിരിയില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എന്താണ് സിട്രസ് ഫ്രൂട്ട്സും കാര്യങ്ങളും കൊടുക്കണം എന്നൊക്കെ. അപ്പൊ എനിക്ക് പേടിയാ. കാരണം ഈ മുന്തിരിയിലൊക്കെ ഇല്ലേ നമ്മള് കടയിൽ നിന്ന് മുന്തിരിയിൽ ഭയങ്കര ഇതാ. വേറെ പക്ഷെ പിന്നെ ഞാൻ കുക്കുമ്പർ വാങ്ങിക്കുമ്പോ ഞങ്ങളുടെ ഇവിടെ ഒരു സ്റ്റോൾ ഉണ്ട്. എന്ന് വെച്ചാല് കൃഷിക്കാര് തന്നെ അവിടെ ഉള്ള ഫുഡ് കുറച്ച് റേറ്റ് വ്യത്യാസമുണ്ട്. കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. കൃഷിക്കാര് തന്നെയാണ് അവിടെ കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യുന്നത്. കാർഷിക വിഭവങ്ങൾ മാത്രം കൊണ്ടുവരുന്ന ഒരു സ്റ്റോളാണ്. അപ്പൊ അവിടുത്തെ റേറ്റ് ഇത്തിരി വ്യത്യാസം. നമ്മുടെ നാട്ടിലുണ്ട് മിസ്സേ അങ്ങനെ നാടൻ പച്ചക്കറി എന്ന് പറഞ്ഞിട്ട്. പച്ചക്കറികളുടെ അപ്പൊ കുറച്ച് ടേസ്റ്റ് നമ്മള് സാധാരണ നോർമൽ കഴിക്കുന്നതിലും വ്യത്യാസമുണ്ട്. ഇപ്പൊ അച്ചിങ്ങ ആയാലും കുക്കുംബർ ആയാലും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഞാൻ ഇത്തിരി പൈസ ആയാലും അത് തന്നെ വാങ്ങിക്കാൻ നോക്കാറ്. കാരണം ടേസ്റ്റും കാര്യങ്ങളും നല്ലതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സാലഡ്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കുക്കുംബറൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഏറ്റവും കൂടുതൽ കെമിക്കൽ അടിച്ച് വരുന്നത് കുക്കുംബറിലാണെന്ന് പറയണേ. കാരണം അത് പെട്ടെന്ന് കേടാവുന്നു. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന കുക്കുംബർ എത്ര ദിവസം ഫ്രിഡ്ജിൽ വെച്ചാലും അത് കേടാവില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ലാസ്റ്റ് ഒരു ക്യാബേജ് വാങ്ങിച്ചു വെച്ചിട്ട് അതൊന്നും ഒരു 2 ആഴ്ച ഒരു അനക്കവും തട്ടാത്ത പോലെ ഇരിക്കുന്നു. സാധാരണ ക്യാബേജ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ആഴ്ചത്തേക്ക് അത് ചീത്തയാവുന്നതാ. പക്ഷെ ഇപ്പോഴത്തെ വെജിറ്റബിൾ ഒന്നും കേടാവുന്നില്ല. കാരണം എന്താണ്? കെമിക്കലൊക്കെ അടിച്ചു വരുന്നോണ്ടാ. അപ്പൊ ശ്രദ്ധിക്കുക കുട്ടികൾക്ക് ഫുഡും കാര്യങ്ങളും കൊടുക്കുമ്പോ. അടുത്ത പാരഗ്രാഫ് ആരാ വായിക്കുന്നേ? എ വെൽ ബാലൻസ്ഡ് ഡയറ്റ്. ഞാൻ വായിക്കാം മിസ്. പക്ഷേ എനിക്ക് അറിയാത്ത വേർഡ്സ് മിസ് പറഞ്ഞു തരേണ്ടി വരും. ഞാൻ ഇംഗ്ലീഷിൽ കുറച്ച് വെക്കോട്ടെ വായിക്കുന്നത്. ഇതല്ലേ പാരന്റ്. A well-balanced diet distributed into 5 or 6 small frequent meals is
recommended using a very variety of arrangements help in meeting the nutritional needs easily as well as in developing a taste in the preschooler. Preschoolers. Teachers can help parents by telling some instructions for useful foodstuffs like pratas. Paratasa. Parathas stuffed with Stuffed vegetables. with vegetables. Mixed vegetables, rice, fruits, cream, stewed fruit, seeds containing vegetables such as carrot, halwa, fruit, vegetables mix, lassi, milk, shakes, etc. Process such as germination, Germination. sprouting of whole pulses help in increasing the nutritive value of food items under illness. The food chosen would depend upon the disease, but an effort should be made to provide easily digestible, highly nutritious, small common meals during ill health. Never starve a child during illness. Medical and dietary advice should be strictly adhered to. Thank you. എനിക്ക് ടെൻഷൻ ഉണ്ട് കണ്ണ് കാണാത്ത പോലെ വായിക്കാൻ നേരം. പ്രാക്ടീസ് ചെയ്താൽ മതി. നമ്മൾ ക്ലാസ്സിൽ സെറ്റ് ആയിക്കോളും. നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ റോ ആയിട്ട് കൊടുക്കാണ്ട് ഇപ്പൊ വെജിറ്റബിൾ മിക്സ് എന്ന് പറയുമ്പോൾ ഫ്രൈഡ് റൈസ് പോലെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികളിലേക്ക് ഇപ്പൊ ക്യാരറ്റ് ആയാലും ബീൻസ് ആയാലും അവരുടെ ഫുഡിലേക്ക് എത്തും അല്ലെ. അത് ഫുഡ് കറക്റ്റ് ആയിട്ട് അവർക്ക് കിട്ടും. പിന്നെ ഫ്രൂട്ട്സ് ക്രീമുകൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. വീട്ടിൽ തന്നെ നമുക്ക് സീസണബിൾ ഫ്രൂട്ട്സ് എന്ത് ചെയ്ത് കൊടുക്കാം, ജ്യൂസ് ഒക്കെ ആക്കി കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ സീഡ്സ് കണ്ടെയ്നിങ് വെജിറ്റബിൾസ് ഉണ്ട്, ക്യാരറ്റ് ഹൽവ അങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഫ്രൂട്ട്സിന്റെയോ വെജിറ്റബിൾസിന്റെ മിക്സ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. ലസ്സി, മിൽക്ക് ഷേക്കും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. ഈ ജെർമിനേഷന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഈ പൾസസ് മുളപ്പിച്ചതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അല്ലെ. അപ്പൊ ചെറുപയറ് മുളപ്പിച്ചിട്ട് കറി വെച്ച് കൊടുക്കുന്ന, തോരൻ വെച്ച് കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. അത് കുറച്ചും കൂടി ന്യൂട്രീഷണൽ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. നമ്മളിപ്പോ വയ്യാതെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള, ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫുഡ് ആയിരിക്കും നല്ലത്. ഒത്തിരി ഹെവി ലോഡ് കൊടുക്കുന്ന ഫുഡ് നമ്മൾ കഴിക്കാതിരിക്കുന്നത് നല്ലത്. ലിവർ, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന് അത് കുറച്ചും കൂടി ഹെവി ആയിരിക്കും. അപ്പൊ വയ്യാതെയൊക്കെ വരുമ്പോൾ ഓൾറെഡി നമ്മളുടെ ഹെൽത്ത് കുറച്ച് വീക്കാണ്. സോ നമുക്ക് കുറച്ചും കൂടി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളും നമ്മൾ കൊടുക്കാം. ഇനി ചില അസുഖങ്ങളുടെ കേസിലാണെങ്കിൽ മെഡിക്കൽ അഡ്വൈസും കാര്യങ്ങളും നോക്കിയിട്ട് വേണം നമ്മൾ ഡയറ്റ് പ്ലാൻ ചെയ്യാനായിട്ട്. ഇനി അതർ ഫുഡ് ഹാബിറ്റ്സ് ആണ്. അതാരാ വായിക്കുന്നേ? ഞാൻ വായിക്കാം മാം. ഓക്കെ, വായിച്ചോടാ. Other food habits. It is better to avoid strong flavors and too many spices. Too hot and too cold food should also be avoided. Food should be prepared depending upon the dislikes of the child. The child should never be forced to eat. In order to develop taste, less likable foods can be offered when the child is very hungry, followed by more likable foods. By this age, children are able to feed themselves independently, and this should be aided. Care should be taken to see that meal times are claimed. It is better to serve nutritious snacks in between meals, but children should not be allowed to highlight snacks instead of meals. Junk food and too many foods should also not be preferred. At the same time, food should not be used as a source of benefit or punishment. Concerns should be taken that the child does not skip breakfast. Children usually enjoy food
When all family members, many children in their centers eat together. Variety in type of preparations, color, texture, and shape of food also makes them feel happy. Washing hands before and after eating and cleaning of teeth after feed can be aided. Children can also be encouraged to share food and not to spill and waste food. Thank you, ma'am. ഓക്കെ, അപ്പോ നമ്മള് ഫുഡിന്റെ കാര്യം പറഞ്ഞിട്ട് ഒരുപാട് ഫ്ലേവേഴ്സ് ഉള്ള സ്പൈസസ് ഉള്ള ഫുഡുകൾ അവോയ്ഡ് ചെയ്യാം. ഒരുപാട് ചൂടുള്ളതും ഒരുപാട് തണുത്തതുമായിട്ടുള്ള ഫുഡും കാര്യങ്ങളും കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതല്ല. കുട്ടികളുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഒരു പരിധി വരെ അവർ കഴിക്കാനായിട്ട് താല്പര്യം കാണിക്കുന്നത്. ചിലപ്പോൾ ഫുഡ് ഒരു കറക്റ്റ് ഇപ്പോ നമ്മൾ ബനാനയൊക്കെ കറക്റ്റ് ആയിട്ട് റോ ബനാന കൊടുക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ കഴിക്കില്ല. അത് റോസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ കഴിക്കും. അപ്പൊ ആ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. ഫോഴ്സ് ചെയ്യാൻ പാടില്ല, കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ച് ഫുഡ് കഴിപ്പിക്കരുത്. അവരുടെ ടേസ്റ്റ് ബഡ്സും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നല്ലതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ടൈപ്പ് ഫുഡുകൾ കൊടുക്കണം. പിന്നെ വിശപ്പുള്ള സമയത്ത് അത്യാവശ്യം ഇഷ്ടമല്ലാത്ത ടൈപ്പ് ഫുഡ് കൊടുക്കണം. എന്റെ മോള് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴാണ് ഞാൻ മിൽക്ക് കൊടുക്കുന്നത്. ആദ്യമൊക്കെ ഞാൻ രാവിലെ പോകുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പാല് കൊടുത്തിട്ട് കുടിക്കണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധം പിടിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായി ആൾക്ക് വിശപ്പില്ല ആ സമയത്ത് അവളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മിൽക്ക് അവോയ്ഡ് ചെയ്യുന്നു. ഞാൻ അവൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ മിൽക്ക് കൊടുക്കും. അപ്പൊ എന്താണ്, ഫസ്റ്റ് ഞാൻ മിൽക്ക് കംപ്ലീറ്റ് കുടിക്കും. ശരിക്കും പറഞ്ഞാൽ നല്ല വിശപ്പുള്ള സമയത്ത് നമുക്ക് ഇഷ്ടമല്ലാത്ത ഫുഡുകൾ ഓഫർ ചെയ്യാനായിട്ട് നല്ലത്. പിന്നെ കുട്ടികൾ സ്വയമേ ഫീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കട്ടെ. അവരുടെ മീൽസ് ടൈംസ് കറക്റ്റ് ആയിട്ട് ഫുഡും കാര്യങ്ങളും കഴിക്കാനായിട്ട് ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ള സ്നാക്സ് മീൽസിന്റെ ഇടയിൽ ബിറ്റ്വീൻ നമ്മൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. മീൽസിന് പകരം ഒരിക്കലും സ്നാക്സ് കൊടുക്കരുത്. ജങ്ക് ഫുഡ്സ്, സ്വീറ്റ്സ് ഫുഡ്സ്, ചോക്ലേറ്റും കാര്യങ്ങളും പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പൊ ചില ഫാമിലീസിൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കും, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചാലേ എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുള്ളൂ. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. കാരണം ഫുഡ് ഒരിക്കലും ബെനിഫിറ്റ്സോ പണിഷ്മെന്റിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സ് അല്ല. കുട്ടികളുടെ അവകാശമാണ് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ഫുഡ് എന്ന് പറയുന്നത്. ഒരു കാരണവശാലും കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഫുഡ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, ഇപ്പൊ ചിൽഡ്രൻസ് യൂഷ്വലി എൻജോയ് ഫുഡ് വിത്ത് ഓൾ ഫാമിലി മെമ്പേഴ്സ്. ഒരുമിച്ചിരുന്ന് ഒരു ഫാമിലി എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രത്യേക ഒരു ഫീലാണ്. ഇന്ന് നമ്മുടെ ഫാമിലീസിൽ കിട്ടാത്തൊരു കാര്യമാണ് അല്ലെ. നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ അച്ഛനും അമ്മയും സിബ്ലിങ്സും അനിയത്തിമാരും ചേട്ടന്മാരൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതും ഇന്ന് എല്ലാവരും ഫോണിലായിരിക്കും അല്ലെ. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പോലും വേറൊരു ലോകത്തായിരിക്കും അവര്. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പൊ എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ നോക്കാം. ഫുഡ് കഴിക്കുമ്പോഴെങ്കിലും ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് വേണം കഴിക്കാൻ നിർബന്ധം തന്നെ പിടിക്കാം. വെറൈറ്റി ഇൻ ടൈപ്സ് ആൻഡ് പ്രിപ്പറേഷൻ, ഡിഫറെന്റ് രീതിയിൽ നമുക്കത് പ്രിപ്പയർ ചെയ്യാം. അപ്പം കുറച്ചുകൂടി കളർഫുൾ ആക്കാനായിട്ട് കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസും കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാം. ഷേപ്പ് ഓഫ് ദ ഫുഡ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ശേഷവും നല്ല രീതിയിൽ കൈ വാഷ് ചെയ്യാം. ടീത്ത് നമ്മൾ ബ്രഷ് ചെയ്യില്ലേ, അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ ടീത്തിന്റെ ഒക്കെ സൈഡിൽ എന്തുണ്ടാവും, ഈ ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവും. അത് നമുക്ക് ക്യാവിറ്റീസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് നല്ല രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമ്മൾ ഫുഡ് പ്രോപ്പർ ആയിട്ട് കഴിക്കാനായിട്ട് കുട്ടികളെ ശീലിപ്പിക്കാം. പുറത്തുനിന്ന് വീഴാത്ത രീതിയിൽ, ഫുഡ് വേസ്റ്റ് ചെയ്യാത്ത രീതിയിൽ കുട്ടികളെ കൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് നമ്മളത് ശീലിപ്പിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞത്. ചാപ്റ്റർ ക്ലിയർ ആണോ? ആദ്യം നമ്മൾ വാക്സിൻസിന്റെ കാര്യം പറഞ്ഞു, പിന്നെ പറഞ്ഞത് ഫുഡിന്റെ കാര്യമാണ്. ഹെൽത്ത് കെയറിൽ കുട്ടികൾക്ക് വേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള വാക്സിൻസും കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു. പിന്നെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഹെൽത്ത് ചെക്കപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത്യാവശ്യം നല്ലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നിങ്ങൾ നന്നായിട്ട് നോക്കുക, റീഡ് ചെയ്യാം കേട്ടോ. പിന്നെ മോക്ക് ടെസ്റ്റ് തരാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുന്ന ചാപ്റ്റർ യൂണിറ്റ് 3 ആണ്. യൂണിറ്റ് 3 എന്ന് പറയുന്നത് ഫുഡ് ന്യൂട്രീഷൻസ് ആൻഡ് ബാലൻസ് ഡയറ്റ് ആണ്. എങ്ങനെയാണ് ഫുഡും ന്യൂട്രീഷനും ബാലൻസ് ഡയറ്റും കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന ചാപ്റ്റർ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ആ ചാപ്റ്റർ ആണ് ഞാൻ എടുക്കുന്നത് ഓർമ്മിപ്പിക്കണം കേട്ടോ. ഏതാ മിസ്സേ പേജ് നമ്പർ എത്രയാ അടുത്ത ചാപ്റ്ററിന്റെ? 10 ഫസ്റ്റ് ഇയറിന്റെ മോക്ക് ടെസ്റ്റ് ഞാൻ ഇപ്പൊ അയച്ചിട്ടുണ്ട്. നാളത്തേക്കുള്ളിൽ കിട്ടും. ഞാൻ വിട്ടുപോയതാണ്ടാ. ഇതിന്റെ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിന് വന്നിട്ടുണ്ടാവും. ഫസ്റ്റ് എയ്ഡും പിന്നെ ഹെൽത്ത് കെയറിന്റെ നെക്സ്റ്റ് ഡേ ആയിട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ. ആരാണ് സൈൻ ഔട്ട് പറയുന്നത്?
മിസ് ആറാമത്തെ പാഠം പഠിപ്പിച്ചായിരുന്നു മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. അത് ജിഷാമിസാട് എടുക്കാം. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ജിഷാമിസ് എടുത്തില്ലെങ്കിൽ ഞാൻ എടുക്കാം കേട്ടോ. ജിഷാമിസ് ഇപ്പൊ ഏതാ ചാപ്റ്റർ എടുക്കുന്നേ? അറിയാവോ? ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഫസ്റ്റത്തെ യൂണിറ്റ് എടുത്തില്ലേ? മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്. അത് കഴിഞ്ഞിട്ട് 6th യൂണിറ്റ് ആണ് സാധാരണ എടുക്കാറ്. 6th യൂണിറ്റ് എടുക്കുമ്പോ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡും കൂടി എടുത്തിടും. അപ്പൊ നമ്മളെ ഞാൻ സൈൻ ഔട്ട് പറയാം സാർ. ഓക്കേടാ, അപ്പൊ പറഞ്ഞോ. മറ്റൊരാളെ തോൽപ്പിക്കുക എന്നതല്ല നമ്മുടെ വിജയം. നമ്മൾ വീണിടത്തു നിന്ന് നമ്മൾ എഴുന്നേൽക്കുക എന്നതാണ് നമ്മുടെ വിജയം. അബ്ദുൽ കലാം സാറിന്റെ ഈ വരികൾ കൊണ്ട് ഞാൻ സൈൻ ഔട്ട് ചെയ്യുന്നു. ഇന്ന് ക്ലാസ് എടുത്ത മിസ്സിനും എന്റെ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. താങ്ക് യു. താങ്ക് യു ഓൾ. താങ്ക് യു.